So dear students, നമ്മൾ question number 18ലേക്ക് വരാണ്. Question number 18 സ്പെസിഫിക്കലി ചോദിച്ചിട്ടുള്ളത് അയണിക് ഇക്വിലിബ്രിയത്തിൽ നിന്നാണ്. അപ്പോൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ അയണിക് ഇക്വിലിബ്രിയത്തിലെ സോളിബിലിറ്റി പ്രോഡക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ എന്താണ് ചോദ്യം, നിങ്ങൾ നോക്കൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാപ്പൻസ് when NH4OH is added gradually to the solution containing 1 molar A2+ and 1 molar B3+. അപ്പോൾ നിങ്ങൾ A2+ ഉള്ള ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ NH4OH ആഡ് ചെയ്യുന്നു. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് എന്ത് കിട്ടും, അത് AOH ട്വൈസ് ആയിട്ട് കിട്ടും. ആ AH ട്വൈസ് ആണ് നമുക്ക് ഇവിടെ ചാർജ് അറിയാലോ, അപ്പോൾ OH മൈനസ് AH ട്വൈസ് ആയിട്ട് മാറും. ഇനി B3+ ഉള്ളതിലേക്ക് നിങ്ങൾ NH4OH ആഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് എന്ത് കിട്ടും, BOH ത്രൈസ് കിട്ടും. ഓക്കെ, BOH ത്രൈസ് കിട്ടും. ഇനി നോക്കൂ, ഇതിൽ നമുക്ക് രണ്ടിൻ്റെയും സോളിബിലിറ്റി പ്രോഡക്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ, സോളിബിലിറ്റി പ്രോഡക്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ആ കോമ്പൗണ്ടിന് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് അല്ലേ. കാരണം നമ്മളൊരു കണ്ടീഷൻ പഠിക്കുന്നുണ്ട്. എന്താണ് കണ്ടീഷൻ ഓഫ് പ്രസിപ്പിറ്റേഷൻ? കണ്ടീഷൻ ഓഫ് പ്രസിപ്പിറ്റേഷനിൽ if ionic product is greater than solubility product then it will precipitate. അത് precipitate ചെയ്യും. അപ്പോൾ നമ്മൾ ഈ സോളിബിലിറ്റി പ്രോഡക്റ്റ് ആർക്കാണ് പറയാറുള്ളത്? നമ്മൾ സോളിബിലിറ്റി പ്രോഡക്റ്റ് പറയാറുള്ളത് വീക്കായിട്ടുള്ള സോൾട്ടുകൾക്കാണ്, അല്ലെങ്കിൽ നമ്മളെന്താ പറയുക, അത് ഡിസൊല്യൂഷൻ വളരെ വീക്കായിട്ടുള്ള സോൾട്ടുകൾ, സ്പാരിംഗ്ലി സോളിബിൾ സോൾട്ട്, അതാണ് അതിൻ്റെ ടേം. സ്പാരിംഗ്ലി സോളിബിൾ സോൾട്ടിൻ്റെ കേസിലാണ് നമ്മൾ സോളിബിലിറ്റി പ്രോഡക്റ്റ് പറയാം. അപ്പോൾ സ്പാരിംഗ്ലി സോളിബിൾ സോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ബാക്കിയുള്ളതൊക്കെ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് അവിടെ തന്നെ ഉണ്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ KSP വാല്യൂസ് ഏതെങ്കിലും ഒരു സോൾട്ടിന് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, അവൻ സ്പാരിംഗ്ലി സോളിബിൾ സോൾട്ടാണ്. അപ്പോൾ ഇതിലെന്തായാലും എന്ത് നടക്കും, പ്രസിപ്പിറ്റേഷൻ നടക്കും. ഇനി നോക്കേണ്ട എന്താ, അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പായി, പ്രസിപ്പിറ്റേഷൻ എന്തായാലും നടക്കുന്നു. കാരണം സ്പാരിംഗ്ലി സോളിബിൾ സോൾട്ട് ആയതുകൊണ്ട് ഇറ്റ് വിൽ പ്രസിപ്പിറ്റേറ്റ്. ഓപ്ഷൻ 4 നമ്മൾ അവിടെ ക്യാൻസൽ ചെയ്തു. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിൽ ആരാണ് ആദ്യം പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം തിരിച്ചാലോചിച്ചാൽ മതി, സോളിബിലിറ്റി പ്രൊഡക്റ്റ് കുറവുള്ളത് ആർക്കാണോ അവനല്ലേ പെട്ടെന്ന് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക, അവനല്ലേ പ്രസിപ്പിറ്റേഷന് കൂടുതൽ ത്വര ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ സോളിബിലിറ്റി പ്രൊഡക്റ്റ് ഇവൻ്റെത് 10⁻⁻10 ആണ്, ഇവന് സോളിബിലിറ്റി പ്രൊഡക്റ്റ് 10⁻18 ആണ്. അപ്പോൾ സോളിബിലിറ്റി പ്രൊഡക്റ്റ് ഏറ്റവും കുറവ് ഇവനാണ്, എന്ന് വെച്ചാൽ അവനാണ് ആദ്യം പ്രസിപ്പിറ്റേറ്റ് ചെയ്യാന്നർത്ഥം. അപ്പോൾ ആൻസർ ഷുഡ് ബി 1. ഇനി വേണമെങ്കിൽ നമുക്കിത് ന്യൂമറിക്കലി ചെക്ക് ചെയ്ത്, ലോജിക്കലിയാണ് ഞാൻ ആൻസർ പറഞ്ഞത്, ന്യൂമറിക്കലി നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ പറഞ്ഞു ഇതിൻ്റെ രണ്ടിൻ്റെയും നമുക്ക് IP അയണിക് എന്താണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യണമെങ്കിൽ അയണിക് പ്രോഡക്റ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സോളിബിലിറ്റി പ്രോഡക്റ്റ് ആണല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ എത്ര വേണം എന്നുള്ളത് നോക്കാം രണ്ടിൻ്റെയും കേസിൽ. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇപ്പം AOH ട്വൈസിൻ്റെ കേസ് ഞാൻ എടുക്കുകയാണ്. AH ട്വൈസിൻ്റെ കേസ് എടുക്കുമ്പോൾ A2+ഉം കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് സ്ക്വയറും ഇതിൻ്റെ ഈ പ്രോഡക്റ്റിൻ്റെ വാല്യൂ ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 9 × 10⁻⁻10. ഇപ്പോൾ A2+ എന്ന് പറയുമ്പോൾ എന്താണ്, അത് 1 മോളാറാണ് അല്ലേ, 1 മോളാറാണ് ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 3 × OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് റൂട്ട് എടുക്കുമ്പം 3 × 10⁻⁵ റേഞ്ചിൽ വന്നാൽ അവൻ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഇതിൽ NH4OHൻ്റെ കോൺസെൻട്രേഷൻ നിങ്ങൾ 3 × 10⁻⁵ റേഞ്ചിലാണെങ്കിൽ ഇവൻ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് പുറത്ത് വരും. ഇനി നിങ്ങൾ നോക്കൂ, നമുക്ക് BOH ത്രൈസിൻ്റെ കേസ് എടുക്കാം. BOH ത്രൈസിൻ്റെ കേസ് എടുക്കുമ്പോൾ B+3ഉം കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ത്രൈസും ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 27 × 10⁻⁸. അപ്പോൾ ഇതിൽ OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ ഇതും ബീൻ്റെത് 1 മോളാർ ആണല്ലോ, അപ്പോൾ ഇത് 3 × 10⁻⁶ എന്ന് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ 3 × 10⁻⁶ ആവുമ്പോഴേക്ക് തന്നെ ആര് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും, BOH ത്രൈസ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ കോൺസെൻട്രേഷൻ 10⁻⁵ ആവുമ്പോഴേ അവൻ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുള്ളൂ. പക്ഷെ 10⁻⁶ ആണെങ്കിൽ തന്നെ ഇവൻ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പോൾ ആദ്യം ആരാ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക, ലോവർ കോൺസെൻട്രേഷനിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത് BOH ത്രൈസ് ആണ്, ഹയർ കോൺസെൻട്രേഷനിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത് AOH ട്വൈസ് ആണ്. അപ്പോൾ ആദ്യം പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക BOH ത്രൈസ് ആണ്, പിന്നെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക AOH ട്വൈസ് ആണ്. റെഡിയല്ലേ? താങ്ക് യു.